കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞതിൽ വനംവകുപ്പ് കൂടുതൽ പരിശോധനയിലേക്ക്. പീതാംബരനെ മദപ്പാട് അടുക്കുന്ന സമയത്താണോ എഴുന്നള്ളിപ്പിന് എത്തിച്ചത് എന്ന് വനംവകുപ്പ് പരിശോധിക്കുന്നു. രക്തസാമ്പിൾ രാസപരിശോധനയ്ക്കായി അയച്ചു. ആനയെ തുടർച്ചയായി യാത്ര ചെയ്യിക്കുന്നതിൽ ഗുരുവായൂർ ദേവസ്വത്തെ ഹൈക്കോടതി വിമർശിച്ചു. മണക്കുളങ്ങര ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ഗുരുവായൂർ ഗോകുലിനെ ഗുരുവായൂർ പീതാംബരൻ കുത്തുകയായിരുന്നു. പീതാംബരന്റെ രക്തം ശേഖരിച്ച രാസപരിശോധനയ്ക്ക് അയച്ചു. ഇന്നോ നാളെയോ പരിശോധനാ ഫലം ലഭിക്കും. ഇതിനു പുറമെ പീതാംബരന്റെ ട്രാക്ക് ഹിസ്റ്ററിയും പരിശോധിക്കും. ഗുരുവായൂർ ദേവസ്വത്തോട് ട്രാക്ക് റെക്കോർഡ് ആവശ്യപ്പെട്ടു. സ്വമേധയാ എടുത്ത കേസിൽ ഗുരുവായൂർ ദേവസ്വത്തെ വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. ജനുവരി 2 മുതൽ ആനയെ പല ഇടങ്ങളിലേക്കായി കൊണ്ടുപോയെന്നും തുടർച്ചയായി യാത്ര ചെയ്യിക്കുന്നത് എന്തിനെന്നും കോടതി ചോദിച്ചു. രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നും വിമർശനം. പടക്കം പൊട്ടിച്ചത് അനുമതിയില്ലാതെയാണെന്ന് സർക്കാർ പറഞ്ഞു. മന്ത്രി VN വാസവൻ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകി. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഒപ്പം മലബാർ ദേവസ്വത്തിൻ്റെയും പൊതുവിലുള്ള യോജിച്ച ഒരു തീരുമാനം. ദേവസ്വം വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് യോജിപ്പിച്ച കാര്യത്തിൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വെച്ചു. ഒരു വീട്ടിൽ 5 ലക്ഷം രൂപ വെച്ചു. മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയും ഗവൺമെൻറ് ഉറപ്പാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും സഹായം നൽകും. വനംവകുപ്പിന് പുറമെ റവന്യൂ വകുപ്പും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കൊച്ചി ബ്യൂറോക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.